എന്റെ ചേട്ടാ കലക്കിയിലെ എന്ത് ഡയലോഗ് ആയിരുന്നു. നിങ്ങളുടെ ഡയലോഗ് കേട്ടാലും പാന്റിൽ മൂത്രം വെച്ചു അല്ലേടാ. അതിരിക്കട്ടെ അനിയ, അളിയനീ സ്വപ്നത്തിലുള്ളവരൊക്കെ ഓർമ്മയുണ്ടായാൽ എന്നെ ശരിപ്പെടുത്തി കളയും. നിങ്ങൾ എന്ത് വർത്താനോ പറയുന്നത്? നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ചേട്ടന്റെ സ്വപ്നം അയാൾ ഓർക്കുന്ന എങ്ങനെയാ? കൊച്ചനല്ലേ, കൺഫ്യൂഷൻ ആയി കാണും. അനിയ, നീ വന്നോണ്ട് എന്റെ പേഴ്സണൽ ലൈഫ് ഹാപ്പി ആയി, മനസ്സിലായോ? പ്രൊഫഷണൽ ലൈഫിൽ എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചെന്നോ അത് പറഞ്ഞാലും തീരില്ല. വീട്ടിലാണെങ്കിൽ അളിയന്റെ ഡോമിനേഷൻ, ഓഫീസിലാണെങ്കിൽ ആദ്യയുടെ ഡോമിനേഷൻ. അതെ, നിങ്ങളുടെ പുന്നാര അളിയൻ ആദ്യം ഫാമിലിയും നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വിളിച്ചിട്ടുണ്ട്. റാം, അയാൾ എങ്ങനെ തീരുമാനം എടുക്കുന്നത്? ഇത് എന്റെ ഡ്രീം അല്ലേ? അയ്യോ, ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല ചേട്ടാ. വരാൻ പോകുന്നത് പത്മനാഭസിംഹയാ. ഈ കഥാപാത്രങ്ങളെല്ലാം രംഗത്ത് കൊണ്ടുവരുന്നത് അയാളുടെ ചിന്തയിൽ. അത് മനസ്സിലായി റാം. എന്റെ ആളിയനെ വരട്ടിയ പോലെ ആദ്യ കൂടെ ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി എനിക്ക് വരട്ടണം. നമ്പർ 1 ആവാൻ പോകുന്നത് പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല, പ്രൊഫഷണലായി, സൈക്കോളജിക്കലായി, സോഷ്യലായി, മൈത്തോളജിക്കലായി എല്ലാത്തിലും നിങ്ങളാ ഡൊമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഡ്രീമിൽ നിങ്ങൾ ബാദ്ഷാ ആയിരിക്കും. പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലല്ലോ, സ്റ്റാർ ഹോട്ടലിലെ ഡിന്നറാ. ഇതുവരെ ഇങ്ങനൊരു ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചിട്ടില്ല. വിസ്കി കുടിച്ച ഫുൾ ബോട്ടിൽ, ബ്രാൻഡി അടിച്ച ബോട്ടിൽ, റമ്മുണെങ്കിൽ കോട്ടർ മതി. പത്മനാഭസിംഹ. ഏത് പത്മനാഭൻ? എന്താടാ? വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഇതാരാ ഈ കക്ഷി? ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഒന്നുമല്ല, ഈ മാര്യേജ് കഴിയുന്നവരെ ഫ്രീ ആയിട്ട് പെരുമാറിക്കോളാൻ ഞാൻ പെർമിഷൻ കൊടുത്തു. നിന്റെ പെർമിഷൻ ആർക്കോടാ? മങ്കി, ഡോങ്കി, മരപ്പട്ടി. This is my life, my pleasure, my dream, my kick. ഫസ്റ്റ് ടൈം അല്ലേ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്താണ് ഫസ്റ്റ് ടൈം? 24 വർഷമായിട്ട് ഡേ ആൻഡ് നൈറ്റ് കുടിച്ചോണ്ടിരിക്കുന്നവരാണ് ഞാൻ. ഇവിടെ ആർക്കെങ്കിലും വേണോ? ഒഴിക്കട്ടെ ഓരോ വെക്ക്. ഈ മരത്തിലെന്നെ പഠിച്ച് വേണ്ടെന്ന് പറയരുത്. രാമരാജൻ. എന്തോന്ന് രാമരാജൻ? അവൻ വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചാനാ? ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യേ. ശരി സാർ. നിനക്ക് ഒഴിക്കുന്ന ഒരു എന്താ ചേട്ടാ ഈ കാണിക്കുന്നേ? ഒന്ന് എഴുന്നേറ്റ് വരൂ, കുറച്ച് കാര്യം പറയാനുണ്ട്. എന്റെ ഫീലിംഗ് ഇല്ലടാ. എനിക്ക് വേണ്ടി വാ ചേട്ടാ. നിനക്ക് വേണ്ടി വരും ഞാൻ. ഒന്നും വിചാരിക്കരുത് കേട്ടോ. അതി, സാധുഭായിയുടെ ആളുകൾ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഏത് നിമിഷവും അവർ ആക്റ്റീവ് ആകാമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. അവരെന്ത് ചെയ്താലും അതിന്റെ പിന്നിൽ ബാദുഷയായിരിക്കും. ബാദ്ഷാ നിങ്ങളുടെ കൺമുന്നിൽ തന്നെയുണ്ട്. വാട്ട്? യെസ്, ബാദ്ഷാ നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. ഇതാണ് ബാദ്ഷാ. യെസ്, ഐ ആം ബാദ്ഷാ. ബാദ്ഷാ ഡിസൈഡ് ചെയ്ത വറൗണ്ട് സെറ്റ് ആവും. പൊടി പോലും പീസ് ആയിക്കളെ. സോറി ആദി, ആ ഭ്രാന്തം പറഞ്ഞൊന്നും നീ കേൾക്കാൻ നിൽക്കണ്ട. ഇനി മുതൽ നിന്റെ ഫോക്കസ് മുഴുവൻ സാധുഭായിയുടെ മേലായിരിക്കും. ഷോ സർ, ഇന്നു മുതൽ എന്റെ ടീമിന്റെ ജോലി അതായിരിക്കും. നിന്റെ ഒരു ധോണി, നിന്റെ ടീമും. അതെ, സാധുബായുടെ ആളുകൾ 30 നിമിഷം ഉണ്ടാവുള്ളൂ സിറ്റിയിൽ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാം അറിഞ്ഞിട്ടുണ്ട്. സൂക്ഷിച്ചോളാം നീ അവരോട് പറ. നിങ്ങൾ പറഞ്ഞ പോലെ എൻക്വയറി നടത്തി. സാധുബായുടെ ആളുകൾ ക്രേസി റോബർട്ടിന്റെയും റോക്കി റസൂലിന്റെയും സങ്കേതത്തിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ഗുഡ്. എന്താ ഡാഡി ഡള്ളായിരിക്കുന്നേ? ഹൈദരാബാദിൽ വെച്ച് നിന്റെ അമ്മയുമൊത്തുള്ള നല്ല നാളുകൾ ഓർക്കരുത്. ഞാൻ ഒരു ചെറിയ വീട്ടിലായിരുന്നു നമ്മളെല്ലാം. ലൈഫിൽ പണമാണ് മുഖ്യമെന്ന് എനിക്ക് തോന്നി തുടങ്ങി. അമ്മയ്ക്ക് പണത്തേക്കാൾ റിലേഷനായിരുന്നു വലുത്. അപ്പോഴൊന്നും എനിക്കത് മനസ്സിലായിരുന്നില്ല. ഐ ഡിഡ് ദ മിസ്റ്റേക്ക്. ഐ റിയലി മിസ് ഹർ. അമ്മ ജീവിച്ചിരിക്കുന്ന കാര്യം പറയാത്തതിൽ എന്നോട് ക്ഷമിക്കണം ഡാഡി. എന്റെ ലക്ഷ്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉടനെ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒന്നിപ്പിക്കും. എന്തിനാണെന്നോ? നിങ്ങളുടെ കഴിവ് ജനം അറിയണ്ടേ? നിങ്ങളുടെ ഉള്ളിൽ കിടന്നുറങ്ങുന്ന പത്മനാഭസിംഹയെ ഉണർത്തണ്ടേ? നിങ്ങൾക്കൊരു ബ്രേക്കിംഗ് ന്യൂസ്, ഡിപ്പാർട്ട്മെന്റിൽ ഷോക്കിംഗ് ന്യൂസ്, മാഫിയക്ക് ഷേക്കിംഗ് ന്യൂസ്. സിറ്റിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സാധുവായുടെ ആളുകളെ ഞാൻ സിംഗിൾ ഡേയിൽ പിടികൂടും. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഗണ്ണുകൾ താഴെ വെച്ച് സെല്ലിലേക്ക് പോകാൻ താരെ കൊള്ളുക. Because when fire is fire, fire will be fire. I am fire. I am the fire. അതി സർ, ഇതുവരെ ഞാൻ സ്വന്തം സഹോദരിയുടെ മുഖം ഓർത്ത് ക്ഷമിച്ചതാ. ഹീസ് ക്രോസിംഗ് ഹിസ് ലിമിറ്റ്സ്. പെട്ടെന്നല്ലേ സസ്പെൻഡ് ചെയ്യണം. കോൾ ഫോർ ദി പ്രസ് മീറ്റ്. ഹൈദരാബാദിൽ മാത്രമല്ല, ഡൽഹി, ബോംബെ, കൽക്കട്ട എല്ലായിടത്തും ഒരേ സമയത്ത് തന്നെ ബോംബ് ബ്ലാസ്റ്റ് ഉണ്ടാവണം. നാളെ ഈ സമയത്ത് ഇന്ത്യ മുഴുവൻ ഇതായിരിക്കണം ബ്രേക്കിംഗ് ന്യൂസ്. ആരാടാ നീ? കോയമ്പത്തൂർ നഗരത്തെ കിടുകിട പറപ്പിച്ച പപ്പടക്കള്ളനെ ഓടിച്ചിട്ട് പിടിച്ച് അവന്റെ കൈ തല്ലി ഒടിച്ച പോലീസ് സിംഹം. 1994 ബബിൾ കഞ്ച വെച്ച് ഈർക്കലിൽ കുത്തിയിട്ട് അത് കാണിക്ക വഞ്ചിയിലിട്ട് നോട്ടുകൾ കുത്തിയെടുത്തവനെ കുരിച്ചു നിർത്തി ഇടിച്ച IPS സിംഹം. 1999 മാറാട് പ്രതികളെ എത്രയും വേഗത്തിൽ പിടിച്ച് അതിലും വേഗത്തിൽ വെറുതെ വിട്ട IPS സിംഹം. 2004
വീട്ടമ്മയുടെ മാല പൊട്ടിച്ചിട്ട് ഒളിച്ചിരുന്നുകൊണ്ട് തലയടിച്ച് പൊട്ടിച്ച കാക്കി സിംഹം. 2010 വീഡിയോ CD വിറ്റ പയ്യനെ വിരട്ടി ആ CD മുഴുവൻ അടിച്ചു മാറ്റിയ ഡിപ്പാർട്ട്മെന്റൽ സിംഹം. ആ സിംഹങ്ങളെല്ലാം മിക്സിയിലിട്ട് അടിച്ച് റീമിക്സ് ചെയ്ത് പുറത്തു വന്നിരിക്കുന്ന ഈ പത്മനാഭ സിംഹം. ഇവനെ പോലത്തെ മുള്ളമ്പന്നിയൊക്കെ യൂണിഫോം ഇട്ടുണ്ടെന്ന പോലീസ് ആവുന്ന നീ എന്ത് പുളുത്താനാണ്? നീ എന്താ മോന്തയ്ക്ക് തുണിയിട്ടിരിക്കുന്ന ഡസ്റ്റ് അലർജിയാ? അല്ല സർ, എന്റെ ഫോക്കസിൽ നിങ്ങളെ ഫേമസ് ആക്കാൻ പോവാ. സാർ കാറിൽ വെയിറ്റ് ചെയ്തോ, ഇവരെ ഫിനിഷ് ചെയ്ത് അതിന്റെ ക്രെഡിറ്റ് സാറിന് തരാം. താങ്ക്സ്, ഓൾ ദി ബെസ്റ്റ്. ഈ ബോംബ് ബ്ലാസ്റ്റിൽ അനവധി ആളുകൾ അന്യായമായി മരിച്ചുപോയിട്ടുണ്ട്. അടിച്ച് കൊല്ലണ നായനെ. സർ, മൊത്തം RDX പിടിച്ചെടുത്തു. അവന്റെ പ്ലാൻ എല്ലാം ഫെയിലിയർ ആയതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ടും സാധുബായ് ഹൈദരാബാദിലെത്തും. യു ആർ കറക്റ്റ് റാം. നമ്മുടെ ടാർഗറ്റ് ഉടനെ സാധിക്കും. ഗുഡ് ലക്ക്. ഗുഡ് മോർണിംഗ്. നമ്മുടെ DCP പത്മനാഭ സിംഹ പ്രൊഫഷണലി ഫെയിലായി, മെന്റലി ഡിസ്റ്റർബ്ഡായി. അതുകൊണ്ട് എവിടേക്കുള്ള സാധുബായുടെ ആളുകളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അവനു വേണ്ടി ഡിപ്പാർട്ട്മെന്റിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അത് മാത്രമല്ല, ഇന്ന് തന്നെ അവനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. मन बलवान लागे चट्टान रहे मैदान में आगे. ഗുഡ് മോർണിംഗ് എവരിബഡി. ആ ഡെഡ് ബോഡിയുടെ പേര് രാഖി റസൂൽ, സാധുബായുടെ ആളാണ്. നിന്നെ പോലുള്ള അപ്രന്റീസ് പിള്ളേർ ഓർഡറിന് വേണ്ടി കാത്തിരിക്കും, എന്നാൽ സിംഹം സിറ്റുവേഷന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന പോലീസല്ല, പ്രവർത്തിക്കുന്ന പോലീസാണ്. പറയുന്നതേ ചെയ്യൂ, ചെയ്യാവുന്നതേ പറയൂ. സിംഹം, പത്മനാഭ സിംഹം. This is the last warning, സാധുബായ്. ക്യാൻസറിന് കാരണമുണ്ട്, എയ്ഡ്സിന് ചികിത്സയുണ്ട്. ബട്ട് ഈ പത്മനാഭ സിംഹം കൈവച്ചാൽ അതിന് മരുന്നില്ല. റിമെമ്പർ ദാറ്റ്. ഡോണ്ട് പ്ലേ വിത്ത് ഫയർ. When fire is fire, fire will be fire. I am fire. I am fear. I am fear. I am the fire. ഓ എന്റെ ചേട്ടാ, നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് സ്വന്തം അളിയും ആദ്യം വരണ്ടു പോയി. അതൊക്കെ ശരി തന്നെ റാം, പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഫയർ വേണമല്ലോ. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? അതിന് നീ എന്തിനാ ചൂടാവുന്നത്? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് ചൂടാക്കാൻ വേണ്ടിട്ടായിരുന്നു. എനിക്കൊരു ഐറ്റം കേളായാലും മതി. അയ്യോ, ഐറ്റം കേൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒന്നിൽ അനുഷ്ക, അവളെ കിട്ടിയില്ലെങ്കിൽ തമന്നെ ആയിരുന്നാലും മതി. അതൊക്കെ എങ്ങനെയാ നടക്കുന്നേ? ബുദ്ധിമുട്ടാ ചേട്ടാ. എന്ത് ബുദ്ധിമുട്ടാണ്? സ്വപ്നത്തിൽ നിയന്ത്രണത്തിനാ. ശരിക്കും സ്വപ്നമല്ലേ? എന്റെ ചേട്ടാ, ഇത് സ്വപ്നമല്ല. ഇതൊന്നും ഞങ്ങളല്ല ഡിസൈഡ് ചെയ്യുന്നത്. ഉറങ്ങുന്ന പത്മനാഭ സിംഹയാണ്. അങ്ങേര് ഭാവന ചെയ്യുന്ന പെണ്ണായിരിക്കും നിങ്ങളെ എന്റർടൈൻ ചെയ്യുക. അങ്ങനെയല്ലേടാ? ആരായിരിക്കും അങ്ങയുടെ ചോയ്സ്?